ശ്രീ രാജു പി നായർ നോക്കൂ, മുഖ്യമന്ത്രിയുടെ മകൾ വീണയും എക്സാലോജി കമ്പനിയും 1,72,00,000 രൂപ CMR കമ്പനിയിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. അത് മതിയായ സേവനങ്ങൾ നൽകാതെയുള്ള പ്രതിഫലമാണ്. അതുകൊണ്ട് അത് ഒരു ബിസിനസ്സിന് കിട്ടിയ അതല്ലെങ്കിൽ ഒരു സേവനത്തിന് കിട്ടിയ പ്രതിഫലം എന്നുള്ള നിലയിൽ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ എക്സാലോജി കമ്പനിയുടെ ധാരാളം നിയമലംഘനങ്ങൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ SFIOയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കമ്മിറ്റിയുടെ അന്വേഷണം നടത്തുകയുമാണ്. അപ്പോൾ ആ വിഷയം അവിടെ അങ്ങനെ നടക്കുമ്പോഴാണ് മാത്യു കുഴൽനാടൻ സ്വന്തം നിലയിൽ കുറേ ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. ആ ആരോപണത്തിന്റെ ഉത്തരവാദിത്തം മാത്യു കുഴൽനാടന് മാത്രമാണ്, വേറെ ആർക്കുമില്ല. മാധ്യമങ്ങളിൽ കൊണ്ടുവന്നതോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചതോ ഒന്നുമല്ല. മാത്യു കുഴൽനാടൻ സ്വന്തമായി കണ്ടുപിടിച്ചിട്ടുള്ള കുറേ ആരോപണങ്ങളുമായിട്ടാണ് കോടതിയിൽ പോയത്. കോടതി പറഞ്ഞു, ഇങ്ങനെ ചുമ്മാ പറഞ്ഞാൽ പോരാ, തെളിവൊന്നുമില്ല എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിഷ്ണു പറഞ്ഞതുപോലെ മനഃപൂർവ്വമായിട്ടല്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് രക്ഷയായി വന്നിരിക്കുകയാണ്. സ്വന്തം കാലിൽ വെടിവെച്ചതുപോലെ ആയില്ലേ? ഇല്ല അഭിലാഷ, ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നിയമ പോരാട്ടമാണ്. ഈ നിയമ പോരാട്ടത്തിൽ ഇന്നത്തെ വിധി വന്നിരിക്കുന്നത് തികച്ചും നീതിയുക്തമല്ലാത്തൊരു വിധിയാണ്. ഇതിന്റെ കേസിന്റെ മെറിറ്റിലേക്ക് അധികം പോയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിനകത്തുള്ള ക്യൂട്ട് പ്രോക്കോ വളരെ വ്യക്തമാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇനി ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ രണ്ടുപേരോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന്, BJPയോട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി അത് തെറ്റാണെന്ന് വിഷ്ണുവിന് അഭിപ്രായമുണ്ടോ? അങ്ങനെ തെറ്റാണ് എന്ന് വിഷ്ണു അഭിപ്രായം പറയുകയാണെങ്കിൽ ശരി, ഞാൻ അംഗീകരിക്കാം. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും അനധികൃതമായിട്ട് ചെയ്യാത്ത സേവനത്തിന് പണം കൊടുത്തു എന്നുള്ള കൃത്യമായിട്ടുള്ള വിധി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇല്ലേ? വിഷ്ണുവിനോടുള്ള എൻ്റെ ചോദ്യം, സേവനം കൊടുക്കാതെ GST ബില്ല് റേസ് ചെയ്യുന്നത് GST നിയമപ്രകാരം ക്രിമിനൽ കുറ്റമാണ്. ചെയ്യാത്ത ജോലിക്ക് ബില്ല് റേസ് ചെയ്യുന്നത് അതിന് IT's ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വെട്ടിച്ചാൽ GST പ്രകാരം കുറ്റമാണ്. എന്തുകൊണ്ടാണ് വിഷ്ണു GST വകുപ്പ് അതിനെതിരെ കേസെടുക്കാത്തത്? കേന്ദ്ര സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെ ഈ വിഷയം GSTയിലേക്ക് വന്നല്ലോ. എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഈ വന്ന പണത്തിന്റെ പേരിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 2019 അന്വേഷണം ആരംഭിച്ചല്ലോ. 2021 ED അന്വേഷണം ആരംഭിച്ചല്ലോ. എന്താ വിഷ്ണു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ED അന്വേഷണം ആരംഭിച്ചിട്ട് നിങ്ങൾ പൊതുസമൂഹത്തോട് പറയാതിരുന്നത്? അപ്പോൾ ആരാണ് ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ഇവിടുത്തെ 3 പ്രാവശ്യം തോറ്റ CPMന്റെ ഒരു ചെറിയ നേതാവിനോട്, അദ്ദേഹത്തിന്റെ നേതാവിനെ ഗണേഷ് കുമാർ തന്നെ ഉപയോഗിക്കുന്ന ഞരമ്പ് രോഗിയുടെ അനുയായിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ പറയുന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. AG എന്ന് പറഞ്ഞൊരു ചുരുക്കപ്പേരുണ്ടായിരുന്നു, അത് A ഗോവിന്ദനായിരുന്നല്ലോ. അത് ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥനാണല്ലോ. ഇനി അവിടെ ഞങ്ങൾ ഈ ബിസിനസ് സുഗമമായിട്ട് നടത്തുന്നതിന് വേണ്ടി കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് മുഴുവൻ ഞങ്ങൾ പണം കൊടുത്തിരുന്നു എന്ന് കർത്ത പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ PV മാത്രമാണ് നിങ്ങളുടെ അല്ലാന്ന് പറയുന്നതല്ലേ? പിന്നീട് ശ്രീ രാജു പി നായർ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ 2013 മുതൽ 2019 വരെയുള്ള കാര്യങ്ങളാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിലുള്ളത്. അപ്പോൾ ഈ പോലീസിന് പണം കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളുടെ 3 വർഷത്തിന്റെ ഉത്തരവാദിത്വം താങ്കളുടെ പാർട്ടിയും ഏറ്റെടുക്കണം. 2016 വരെ ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. അല്ല അഭിലാഷെ, അങ്ങനെയുള്ള ആരോപണമല്ലോ. വളരെ വ്യക്തമായിട്ടൊരു കാസെ ജുഡീഷ്യൽ അതോറിറ്റി അത് എഴുതി വെച്ചതെന്നാ 2022 അഭിലാഷ് എന്തിനാ അതിനകത്ത് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഈ കമ്പനിയുടെ ഏത് കാലം മുതലുള്ള ട്രാൻസാക്ഷനെയാണ് കണ്ടിരിക്കുന്നത്? ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഈ കമ്പനിയുടെ 2013 മുതൽ 2019 വരെയുള്ള കാലയളവിലെ ഇടപാടുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ അതിനകത്താണ് ഈ പറഞ്ഞ ഈ എക്സാലോജിക് ഇടപാട് വരുന്നത്, അതിനകത്താണ് PVOC ഒക്കെ വരുന്നത്, അതിനകത്താണ്. അപ്പോ ഇതൊരു നീണ്ട കാലത്തെ ഈ കമ്പനിയുടെ നിയമവിരുദ്ധമായ ഇടപാടുകളാണ്. അതിപ്പോ ഞങ്ങളുടെതല്ല, ഓക്കെ, അവരുടേത് മാത്രം പറയാൻ പറ്റില്ല. ഞാനതാ പറയണ. ഒരു മിനിറ്റ് അഭിലാഷ്, ഞാൻ പറയുന്നത് പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. ഈ പറയുന്ന കാലഘട്ടത്തിൽ പോലീസ് സംവിധാനത്തിന് പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് തന്റെ വകുപ്പിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കരിമണൽ ഖനനത്തിന് വേണ്ടി അനധികൃതമായി പണം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി ഉണ്ടായിട്ട് എന്തുകൊണ്ടാ പിണറായി വിജയന് അത് അന്വേഷിക്കേണ്ട എന്ന് തോന്നുന്നത്? എന്തുകൊണ്ട് A ഗോവിന്ദന്റെ ഇതിനകത്തുള്ള ഇടപാട് എന്താണെന്ന് അന്വേഷിക്കാൻ നിങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് അന്വേഷിച്ചോ, കുഞ്ഞാലിക്കുട്ടി അന്വേഷിച്ചോ,
ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ നിങ്ങൾ അന്വേഷിക്കാത്തത്? അപ്പൊ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നടത്തിയിരിക്കുന്ന അഴിമതി എന്താണെന്ന് പിണറായി വിജയൻ അറിയാം. പിണറായി വിജയൻ ഈ അഴിമതിയുടെ ഗുണഭോക്താവായതുകൊണ്ടാണ് സ്വന്തം സർക്കാരിലെ ഉദ്യോഗസ്ഥനും പോലീസ് സംവിധാനം തന്നെ അഴിമതി പണം കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടും നടപടിയെടുക്കാതിരിക്കും. കാരണം അവർക്കെതിരെ നടപടിയെടുത്താൽ താൻ കൂടി കൊടുക്കലാവും. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തിന്റെ ഒരു വിഭവം തട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരാൾക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ടായിരുന്നു എന്ന് മനസ്സിലായിട്ടും ഈ സർക്കാർ അനങ്ങാതിരിക്കുന്നത് ഇവരതിന്റെ ഭാഗമായതുകൊണ്ടാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന രേഖകൾ മുഴുവൻ വ്യക്തമാണ്, ക്വിഡ് പ്രോക്കോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അല്ല, ക്വിഡ് പ്രോക്കോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു രേഖയുമില്ല എന്ന് കോടതി പറയുന്ന ഒന്നാമത്തെ കാര്യം. ഇവിടെ സീരിയസ് ആയ വിഷയങ്ങൾ ഉണ്ട് എന്നിരിക്കെ ആദായ നികുതി കണ്ടെത്തലുണ്ട്. ഞങ്ങൾ അംഗീകരിക്കാത്ത കോടതി വിധി ഉണ്ട്. ശരി, നിങ്ങൾ കോടതി വിധി അംഗീകരിക്കുന്നില്ല. ഓക്കെ, എന്തായാലും കോടതി മുമ്പാകെ നമുക്ക് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിന് മുമ്പാകെ വന്ന കാര്യമല്ലേ പറയാൻ പറ്റൂ. ശേഷമുള്ള ചർച്ചയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. ശരി, ഓക്കെ. എന്തായാലും വിജിലൻസ് കോടതിക്ക് ബോധ്യമില്ല ക്വിഡ് പ്രോക്കോ. ശരി, അല്ല, എന്തായാലും വിജിലൻസ് കോടതിക്ക് ക്വിഡ് പ്രോക്കോ ബോധ്യമല്ല. എന്റെ ചോദ്യം അതല്ല. ക്വിഡ് പ്രോക്കോ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് അവിടെ ഉണ്ട്. അതിൽ SFIOയുടെ അന്വേഷണം നടക്കുന്നു. നേരത്തെ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പട നയിക്കുകയാണ് എന്ന് പറഞ്ഞൊരു കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അതെല്ലാം ഉണ്ടയില്ലാത്ത വെടിയായി മാറുന്നു. ആത്യന്തികമായി അത് മുഖ്യമന്ത്രിക്ക് ഗുണമായി ഭവിക്കുന്നു എന്ന് മാത്രമല്ല കോടതി ചോദിക്കുന്നു. ഈ RC, OC, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ കോടതി പേര് പറഞ്ഞില്ലെങ്കിലും പല നേതാക്കൾക്ക് പണം നൽകിയതായി ഈ കമ്പനി പറഞ്ഞിട്ടും ഈ ഒരു ട്രാൻസാക്ഷന്റെ കാര്യത്തിൽ മാത്രമേ പരാതിക്കാരന് കംപ്ലൈന്റ് ഉള്ളൂ. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദത്തിന് ശക്തി പകരുകയാണ് എന്നുകൂടി കോടതി പറഞ്ഞു വെച്ചു. അപ്പൊ ആത്യന്തികമായി ശരിക്കും നമ്മൾ ഈ ഹരാഗിരി എന്നൊക്കെ പറയില്ലേ, സ്വയം കുത്തി മരിക്കൽ, നല്ല ഒന്നാന്തരം ഒരു ആരോപണം ഉണ്ടായിട്ട് അത് കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞോ കുഴൽനാടന്റെ ഇടപെടൽ? അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരിക്കലുമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അഭിലാഷോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. SFIയുടെ അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ പോയല്ലോ. എന്തായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ വിധി? ആ കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വന്നില്ലേ? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അകത്തുള്ള നടന്നിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കർണാടക ഹൈക്കോടതി വിധിയിൽ വന്നല്ലോ. അവിടെയാണല്ലോ പറഞ്ഞത് ഇതിനു മുമ്പ് ROC അന്വേഷണം നടത്തിയിരുന്നു, ഈ കമ്പനി തട്ടിപ്പ് കമ്പനിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്താ കർണാടക? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വിജിലൻസ് കോടതിയിൽ നടന്നതിനേക്കാൾ അല്ലെങ്കിൽ വിജിലൻസ് കോടതിയേക്കാളൊക്കെ എത്ര വലുതാണ് ഹൈക്കോടതി? അപ്പൊ നിഷ്പക്ഷമായിട്ടുള്ള ഹൈക്കോടതിയിൽ ചെന്നപ്പോ ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അല്ല, ശരി, ഹൈക്കോടതിയിൽ ചെന്നതും കേരള ഹൈക്കോടതിയിൽ ചെന്നതും കർണാടക ഹൈക്കോടതിയിൽ ചെന്നതും പോരാട്ടത്തിന്റെ ആരോപണമല്ല കരുതരുത്. കേരള ഹൈക്കോടതിയിൽ ചെന്നതും കർണാടക ഹൈക്കോടതിയിൽ ചെന്നതും ഒക്കെ ഈ എക്സാലോജിക്കും CMRലും തമ്മിൽ നടത്തിയ ട്രാൻസാക്ഷനുകളാണ്. ഇവിടെ മാത്യു കുഴൽനാടന്റെ വിഷയം അതല്ല. ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. അതിന്റെ പ്രതിഫലമായി മുഖ്യമന്ത്രി കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ആ ആരോപണം ഹൈക്കോടതിയിൽ ഒന്നും വന്നിട്ടില്ല. ആ ആരോപണം വസ്തുതാ വിരുദ്ധമാണ്, വസ്തുതകളുടെ പിൻബലം ഇല്ലാത്തതാണ് എന്ന് കോടതി പറയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ബാംഗ്ലൂർ ഹൈക്കോടതി വിധിച്ചത് പ്രകാരം വീണ വിജയൻ തട്ടിപ്പുകാരിയാണെന്ന് 3 പ്രാവശ്യം തോറ്റ CPMന്റെ പ്രതിനിധി അംഗീകരിക്കുമോ? ശരി, ഓക്കെ. ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധി പ്രകാരം വീണ വിജയൻ തട്ടിപ്പുകാരിയാണ് എന്നുള്ളത് 3 പ്രാവശ്യം തോറ്റ CPMന്റെ പ്രതിനിധി അംഗീകരിച്ചാൽ മതി. അപ്പോൾ അതിന്റെ പുറകിലേക്ക് മറ്റു കാര്യങ്ങൾ വന്നോളാം. അങ്ങനെ രണ്ടിടത്ത് രണ്ട് നിലപാട് പറ്റില്ലല്ലോ. ശരി, എന്തെങ്കിലും ഒരിടത്ത് നിൽക്കണമല്ലോ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ വിജിലൻസ് കോടതിയിൽ നടന്നിട്ടുള്ള വിധി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നീതിയുക്തമല്ല. അതിന് നിയമ പോരാട്ടത്തിനുള്ള സ്കോപ്പ് നിൽപ്പുണ്ട്. ആ നിയമ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പിണറായി വിജയന്റെ ഇതിനകത്ത് ഫയലുകളിലെ ഇടപെടൽ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ കർത്തയ്ക്ക് വേണ്ടിയിട്ട് അനധികൃതമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതല്ലെങ്കിൽ എന്തിനാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്ത പണത്തിന്റെ സിംഹഭാഗവും എന്തിനാണ് PV കൈപ്പറ്റിയത്? PV അത് പാർട്ടി അറിയിച്ചിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അവിടെ PVയുടെ കാര്യം മാത്രമല്ല, മറ്റു പേരുകളുണ്ട്. ആ പേരുകളുടെ കാര്യത്തിൽ പ്രശ്നമില്ല, ആ പേരുകളുടെ കാര്യത്തിൽ കേസില്ല. PVയുടെ കാര്യത്തിൽ മാത്രമേ കേസുള്ളൂ എന്നാണ് ഇന്നിപ്പോ കോടതി ചോദിച്ചതും. മറ്റു പേരുകളൊക്കെ അവിടെ ഉണ്ട്. അവർ പൈസ വാങ്ങിച്ചതിനൊന്നും നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അവർ പൈസ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനകരമായ കാര്യം CMRL കമ്പനിക്ക് ചെയ്തു കൊടുത്തോ എന്ന് നിങ്ങൾക്ക് പ്രശ്നമില്ല. മറിച്ച് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ എന്നതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയേണ്ടി വരുമെന്നാണ് കോടതി പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല. ശരി, അഭിലാഷ് അത് ചോദിച്ചത് നന്നായി. ഞാൻ ചോദിക്കട്ടെ, കോടതിയുടെ മുന്നിൽ വന്ന വിഷയം എന്താ?
കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്ന വിഷയം ഇതിനകത്ത് ക്വിഡ് പ്രോക്കോയാണ്. പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ക്വിഡ് പ്രോക്കോയ്ക്ക് സാധ്യതയില്ല. ഭരണപക്ഷത്ത് ഉണ്ടായിരുന്നല്ലോ. ഒന്ന് നിൽക്കട്ടെ. വ്യവസായ മന്ത്രിമാരായി പി കെ കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞു ഉണ്ടായിരുന്നില്ലേ? രമേശ് ചെന്നിത്തല കേന്ദ്ര മന്ത്രിസഭ കേരള മന്ത്രിസഭ അംഗമായിരുന്നില്ലേ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? ഞാൻ അതല്ലേ പറയുന്നത്, ഇത് ദീർഘകാലത്തെ കാര്യമാണ്. 2013, 2016 കാലത്ത് ക്വിഡ് പ്രോക്കോ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതേക്കുറിച്ച് മാത്യു കുഴൽനാടൻ എന്താ കൺസേൺ ഇല്ലാത്തത് എന്നാണ് കോടതി ചോദിച്ചത്. പറഞ്ഞു തീർക്കട്ടെ അഭിലാഷേ. അല്ല അഭിലാഷേ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ അഭിലാഷേ. ഇതിനകത്ത് ക്വിഡ് പ്രോക്കോ ആണ് നോക്കിയത്. ഗവൺമെന്റ് ഇടപെടൽ എന്ത് കാര്യത്തിലുണ്ടായി, ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നടപടികൾ എങ്ങനെ ഇതിനകത്ത് അഴിമതിക്ക് കാരണമായി എന്നുള്ളതാണ് ക്വിഡ് പ്രോക്കോ. ആ ക്വിഡ് പ്രോക്കോയ്ക്കപ്പുറം മറ്റു നേതാക്കന്മാർക്കെതിരെ കേസില്ല എന്ന് പറയുമ്പോൾ കോടതിയാണോ രാഷ്ട്രീയ വ്യാഖ്യാനം നടത്തിയത്, മാത്യു കുഴൽനാടനാണോ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതാണ് കോൺഗ്രസ്. കോടതിയുടെ മുന്നിൽ പരിഗണനയുള്ള വിഷയമല്ലേ നോക്കേണ്ടത്? അവിടെ കോൺഗ്രസിന് അവിടെ പറയുന്ന ഈ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ, പിണറായി വിജയൻ ഒപ്പിട്ട അല്ലെ പിണറായി വിജയൻ നോട്ട് എഴുതിയ തീരുമാനങ്ങൾ കരിമണൽ കർത്തയുടെ അഴിമതിക്ക് കാരണമായോ എന്നുള്ളൊരു കേസ് വന്നാൽ ഇതിനകത്ത് മറ്റുള്ളവർക്കെതിരെ കേസ് എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രേരിതമായത് കോടതിയാണ്. രാഷ്ട്രീയ പ്രേരിതമാണോ, രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദത്തിന് ശക്തി പകരുന്നതല്ലേ എന്നുള്ളത് പ്രതീക്ഷയല്ലേ? മറ്റ് കേസിന്റെ മെറിറ്റിൽ കോടതി വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അടുത്ത റൗണ്ടിൽ വരാം.